സതീഷ് എല്ലാവർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ഫിഫ വേൾഡ് കപ്പ് 2026 മഹാമഹം അല്ലെങ്കിൽ ലോക ഫുട്ബോളിൻ്റെ മാമാങ്കം, ഉത്സവം, എന്ത് വേണേലും പറയാം. ഒരു മാസത്തോളമായിട്ട് നമ്മൾ അതിൻ്റെ പുറകെയാണ്. ഇപ്പോൾ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇന്നലെ 2 കളിയുണ്ടായിരുന്നു. പ്രതീക്ഷയ്ക്ക് വിവരമായിട്ട് ഞാൻ പറയാറില്ല, സാധാരണ നടക്കുന്നതിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗൽ സ്പെയിനായിട്ടുള്ള കളി സ്പെയിൻ ജയിക്കുമെന്നാ പറഞ്ഞത്. സ്പെയിൻ 1 ഗോൾ അടിച്ച് ജയിച്ചു. കളിയുടെ സ്കോർ കാണുന്ന പോലെ വളരെ കഷ്ടപ്പെട്ട് 1 ഗോൾ അടിച്ച് ജയിച്ചല്ല, സ്പെയിനാണ് ആധിപത്യം പുലർത്തിയത്. 60% ബോൾ പൊസിഷനും ബോൾ കൺട്രോളും അവർക്ക് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചേക്കുന്നത് അവരാണ്, ഗോൾ അടിച്ചതും അവരാണ്. പോർച്ചുഗൽ തീരെ മോശമാണെന്നല്ല പറയണം, അവർ നന്നായിട്ട് കളിച്ചു. ഷോട്ടുകൾ കുറച്ചേ അടിക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോവിന് ഗോളൊന്നും ആക്കാൻ പറ്റിയില്ല. അവരുടെ കഴിവനുസരിച്ച് അവർ കളിച്ചു. ഒന്നിൽ കൂടുതൽ ഗോൾ വാങ്ങാതെ വളരെ ഭംഗിയായിട്ട് അവർ 1 ഗോളിൽ തോറ്റു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കളിയുടെ ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്പെയിനാണ് മുൻപന്തിയിൽ നിന്നത് എന്ന് വെച്ച് പോർച്ചുഗൽ ഗോളടിക്കാൻ ശ്രമിക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു റിസൾട്ടിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. സ്പെയിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇതിനോടകം എന്താ പറയുക, ലെജൻഡായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കുറേ നല്ല കളിക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു. അതായത് അവരിനി അടുത്ത വേൾഡ് കപ്പ് മുതൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആദ്യം പോയത് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചാണ്. രണ്ടാമത് ബ്രസീലിൻ്റെ നെയ്മർ ജൂനിയർ. അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ പോർച്ചുഗലിൻ്റെ, അതായത് ഈ ജനറേഷൻ്റെ ദി ബെസ്റ്റ് ഫുട്ബോളർ, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചേക്കുന്ന ആൾ, എന്ത് വേണേലും പറയാം, CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി മുഹമ്മദ് സലയുണ്ട്, നെയ്മറുണ്ട്, അങ്ങനെ കുറച്ച് കളിക്കാരും കൂടി ഉണ്ട്. ഈ അടുത്ത വേൾഡ് കപ്പിൽ ഇവരൊന്നും ഉണ്ടാവില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ വലുത്, മെസ്സിയാണോ വലുത് എന്നൊക്കെ പറഞ്ഞ്, അല്ല നെയ്മറാണോ വലുത്, അങ്ങനെ കുറേ തർക്കങ്ങളും വിതർക്കങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 2 പേരും അല്ല 3 പേരും അവരവരുടെ നിലയിൽ അവരവരുടെ ശൈലിക്കനുസരിച്ച് ദി ബെസ്റ്റ് തന്നെ. ക്രിസ്ത്യാനോ കളിക്കണ പോലെ നെയ്മറിനും കളിക്കാൻ പറ്റില്ല, മെസ്സിക്കും കളിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മെസ്സി കളിക്കണ പോലെ മറ്റ് 2 പേർക്കും കളിക്കാൻ പറ്റത്തില്ല. നെയ്മർ കളിക്കണ പോലെ ഈ പറയണ നെയ്മറിനോ മെസ്സിക്കോ റൊണാൾഡോയ്ക്ക് കളിക്കാൻ പറ്റും. ഓരോ കളിക്കാർക്കും ഓരോരോ ശൈലിയുണ്ട്. ബ്രസീലിൽ തന്നെ മറഡോണയാണോ വലുത്, മെസ്സിയാണോ വലുതെന്ന് അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ഫാൻസ് അസോസിയേഷനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴായിട്ടുണ്ടായതാണ്. അവരത് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നടന്നോട്ടെ. നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുക, ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരോട് നമുക്കുണ്ടാകുന്ന ഒരു ബഹുമാനം, ആരാധന, അത് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയത് ആരാണെന്ന് നോക്കാൻ പോകാണ്ടിരുന്നാൽ നല്ലതാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയണത്. ഇപ്പോൾ രണ്ടാമത്തെ കളി ബെൽജിയം USA ആയിരുന്നു. അതിൽ USA ജയിക്കും എന്നുള്ളതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അവർക്കായിരുന്നു എഡ്ജ് ഉണ്ടായിരുന്നത്. ബെൽജിയത്തിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ സെനഗലിനോട് ജയിച്ച് കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. അതും അനാവശ്യമായിട്ട് എന്താ പറയുക, റഫറിയുടെ ചെറിയൊരു സംഭാവനയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും ബെൽജിയം USA-നെ 4-1 തോൽപ്പിച്ചു. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഞാൻ പറയാം. നമുക്കൊരു ലോക പോലീസ് ഉണ്ട്, കുറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട്
അമേരിക്കയുടെ പ്രസിഡന്റ് ലോക പോലീസ് കളിക്കണേ. അയാൾ ഏത് രാജ്യത്തും അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും അവരുടെ ഭാര്യനെയും കുട്ടിനെയൊക്കെ ചുമന്നുകൊണ്ട് പോണേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലാണ്. അയാൾക്കാണ് ആരാണ് അധികാരം കൊടുത്തേക്കണത്? വല്ല രാജ്യത്തിലും കയറി അവിടെയുള്ള പ്രധാനമന്ത്രിൻ്റെയും പ്രസിഡന്റിനെയൊക്കെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. പാകിസ്ഥാൻ നമ്മളെ നമുക്കെതിരെ ഭീകരാക്രമണം അയച്ചുവിട്ടു. നമ്മൾ അവർക്കെതിരായിട്ട് ശക്തമായി പ്രതിരോധിച്ച് അറ്റാക്കും ചെയ്തു. ഉടനെ അത് നിർത്തണമെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്ന ഇയാൾ ആരാണ്? എനിക്കറിയില്ല. ഗാസയിൽ പിച്ച് കുഞ്ഞുങ്ങളെ വരെയും എന്താ പറയുക ചുട്ടുകൊന്ന് വംശീയ കൊല നടത്തിക്കൊണ്ടിരിക്കണേ ഇസ്രായേൽ. അതിനെയും ഇയാൾ കയറി സപ്പോർട്ട് ചെയ്യുക. ഇറാൻ എന്തോ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ട് അവരെ കയറി അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രസിഡന്റിനെയൊക്കെ കൊല്ലുക. ഇയാൾ ആരാണ്? എനിക്ക് മനസ്സിലാകാനുള്ള. ലോകത്ത് ആറ്റം ബോംബ് ഇട്ടേക്കണ ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയാണ്. വേറെ ആരും ഇട്ടിട്ടില്ല. പിന്നെ ആറ്റം ബോംബ് കൈ വെച്ചേക്കണ ആൾക്കാരാണ് ഈ ഇസ്രായേലും അമേരിക്കയും. അവർക്ക് എന്താ അധികാരം? എന്താണ് അവർക്ക് ന്യായം? വല്ലവനും അത് ഉണ്ടാക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് അവരുടെ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യണം. അവിടുത്തെ ഓയിലും കാര്യം ഇവിടുന്ന് എല്ലാവർക്കും അറിയാം. വെനസ്വേലയിലെ പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിനെയൊക്കെ പൊക്കിക്കൊണ്ട് പോയത് അവിടുത്തെ ഓയിലാണെന്നറിയാം. ഇറാഖായാലും കുവൈറ്റ് എല്ലാം ഈ പറയണ അയാളുടെ കാശിന് വേണ്ടിയിട്ടാണ്. 1-2 സ്ഥലത്തുനിന്ന് അവർക്ക് തട്ടം കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമിലൊക്കെ പോയിട്ട് കളിച്ചിട്ട് 8ൻ്റെ പണി കിട്ടി. അഫ്ഗാനിസ്ഥാനിൽ പോയി കളിച്ചിട്ട് അവസാനം മാലും പൊക്കി അവിടെ നിന്ന് ഓടി. സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെ എതിരെ ലോകത്തിലെ ജനങ്ങളെല്ലാം ഒരുമിച്ചിട്ട് ഇവന്മാരെ ബാൻ ചെയ്യണം. എന്താ പറയുക, ക്രിമിനൽ കുറ്റവാളികളായിട്ട് പിടിച്ചിട്ട് ശിക്ഷ നടപ്പാക്കണം. UN എന്നൊക്കെ പറഞ്ഞൊരു സംഘടനയൊക്കെ ഇയാളെ കാരണം ഇല്ലാണ്ടായി. അയാൾ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ രാഷ്ട്രീയം പറയണതല്ല. അയാൾ ഇന്നലെ നമ്മുടെ വേൾഡ് കപ്പിൽ അല്ലെ ഫുട്ബോളിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഫൗൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗൾ കിക്ക് കിട്ടും. അത് ഇത്തിരി മോശമാണെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കാറുണ്ട്. ഡേഞ്ചറസ് ആണെങ്കിൽ റെഡ് കാർഡ് കൊടുക്കും. ഇതൊക്കെ എന്താ പറയുക, ഫുട്ബോൾ ഉണ്ടായ കാലം മുതലുള്ളതാണ്. റെഡ് കാർഡ് കിട്ടിയ ആൾക്കാർ അടുത്ത കളിക്ക് കളിക്കാൻ പറ്റില്ല. വളരെ ക്രൂരമായിട്ടുള്ള റെഡ് കാർഡാണ് കിട്ടിയേക്കണമെങ്കിൽ അയാൾക്ക് 1 മുതൽ 7 ദിവസം വരെയൊക്കെ ബാൻ ചെയ്യും. ഇതൊക്കെ ഫുട്ബോളിൻ്റെ നിയമമാണ്. ഇയാൾക്ക് നിയമമൊന്നും ബാധകമല്ലല്ലോ. നിയമമൊക്കെ പാലിച്ച് ഇൻ്റർനാഷണൽ ലോയൊക്കെ നോക്കി നടക്കണമെങ്കിൽ ഇയാൾ ഈ പോക്കൃത്തരങ്ങളൊന്നും കാണിക്കില്ലല്ലോ. കഴിഞ്ഞ കളിയിൽ ഒരു അമേരിക്കക്കാരന് ഒരു റെഡ് കാർഡ് കിട്ടിയ ആളെ പുറത്താക്കി. എല്ലാ രാജ്യങ്ങളിലും കളിക്കാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡൊക്കെ കിട്ടി പുറത്താക്കും. അയാൾ ഫിഫയുടെ പ്രസിഡന്റിനെ വിളിച്ച്, അയാളുടെ അടിമയാണെന്ന് തോന്നുന്നു ഫിഫയുടെ പ്രസിഡന്റ്, അയാളെ പിടിച്ച് വിരട്ടി ആ റെഡ് കാർഡ് ഫ്രീസ് ചെയ്തു. എന്നിട്ട് ഇന്നലെ അയാളെ കളിപ്പിച്ച്. ഇനി കളിയിലോട്ട് വരാം. USA ബെൽജിയം കളിയിൽ 4-1 തോറ്റതിൻ്റെ മുഖ്യ കാരണം അമേരിക്കയുടെ പ്രസിഡന്റാണ്. അല്ലാണ്ട് അമേരിക്കയിലെ ജനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫുട്ബോൾ കളിക്കാരും അല്ല. അവർ ഏറ്റവും നന്നായിട്ട് തന്നെ കളിച്ച്. ബെൽജിയം 4 ഗോൾ അടിച്ച അമേരിക്കനെ തൂത്തുവാരി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് അമേരിക്കക്കാണ്. 60% ഉണ്ടായിരുന്നത്, 40% ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന ബെൽജിയത്തിന്. ബെൽജിയം അത്ര നല്ല ടീമും അല്ല. പോക്കൃത്തരം കാണിച്ച് സെനഗലിനെ റെഫറിയുടെ സഹായത്തോടെ തോപ്പിച്ചിട്ട് മുന്നോട്ട് വന്ന ടീമാണ്. അത് പാസ് ആക്യുറസി എല്ലാം ബെൽജിയത്തിനേക്കാളും കൂടുതലാണ്. ഏറ്റവും ഈ പറയണ പോലെ എന്താ പറയണത്, കളിയിൽ അമേരിക്ക ശക്തമായി കളിച്ച് തന്നെയാണ് അവർ തോറ്റേക്കുന്നത്. 6 ഷോട്ട് അടിച്ച് പക്ഷേ 2 ടാർഗറ്റിൽ എത്തിയുള്ളൂ എന്നുള്ളതാണ് അവരുടെ കുഴപ്പം. അറ്റാക്കിങ്ങിൽ പിന്നോട്ട് പോയി, അല്ലാണ്ട് ആധികാരികമായ ജയമൊന്നുമല്ല. അമേരിക്ക തോറ്റിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന
ആരാധകരുടെയും ലോകത്തെ ജനങ്ങളുടെ മുഴുവനും പ്രാക്കുണ്ട് ആ കൺട്രിക്ക്. അല്ലെങ്കിൽ അമേരിക്കൻ ടീം അത്ര മോശമൊന്നുമല്ല. അമേരിക്ക തോക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബെൽജിയത്തിനെ പോലുള്ളൊരു ടീം ക്വാർട്ടർ ഫൈനലിൽ വരാനും പാടില്ല. അങ്ങനെയാണ് അവർ റൗണ്ട് ഓഫ് 36 സെനഗലിനെ തോൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ ഈ കളിനെ കുറിച്ച്. ഇനി പ്രീ ക്വാർട്ടർ ഫൈനലിലെ അവസാനത്തെ 2 കളിയാണ് അർജൻറ്റീന ഈജിപ്റ്റ്. ഈജിപ്തുകാർ സലഡ് അവസാനത്തെ കളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈജിപ്തിനെ അർജൻറ്റീന തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ കാബോ വെർദേൻ്റെ കളി കണ്ടതാണ്. പക്ഷേ അവർ തുടക്കം മുതലേ അങ്ങനെയുള്ള കളിയാണ് കാണിച്ചുകൊണ്ടുവന്നത്. കാരണം ഈജിപ്റ്റ് അങ്ങനെ ഒരു കളി കളിച്ചായിട്ട് എനിക്ക് തോന്നണില്ല. അർജൻറ്റീന ജയിക്കുമെന്നാണ് തോന്നണം. കൊളംബിയ, സ്വിറ്റ്സർലാൻഡ് ബലാബലമാണ്. എന്നാലും അപ്പർ ഹാൻഡ് സ്വിറ്റ്സർലാൻഡാണ്. ബാക്കി കളി കഴിഞ്ഞിട്ട് പറയാം. നന്ദി, നല്ല നമസ്കാരം.